എവിടെ നോക്കിയാലും കേൾക്കുന്ന ഒരു പേരാണ് ഇറച്ചിച്ചോറ്. നമ്മൾ ഇന്ന് വരെ ഈ സാധനം കഴിച്ചിട്ടോ ഉണ്ടാക്കിയിട്ടോ കണ്ടിട്ടോ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഉള്ളി, തക്കാളി എല്ലാം മുറിച്ച് വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെക്കുക. പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. സവാള എല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് തക്കാളി ചേർത്ത് തക്കാളി നല്ലോണം വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ചേർക്കുക. പൊടികളൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കുക. ഇതിന് മേലേക്ക് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് നാരങ്ങ നീരൊഴിച്ച് ഒരിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. ചോറുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് ആവശ്യമുള്ള സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. ബീഫെല്ലാം നല്ല അടിപൊളിയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം മാറ്റി വെച്ച് ആ ഗ്രേവിയിലേക്ക് ചോറ് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. സ്പൈസസ് എല്ലാം പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് അരിയിട്ട് വേവിച്ചെടുക്കുക. ഇതിന് ശേഷം ഈ ഇറച്ചിച്ചോറ് കുക്കായി വരുന്നത് വരെയുള്ള എല്ലാ വീഡിയോയും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഉള്ളി കൊണ്ടുള്ള ഒരു സാലഡും പിന്നെ തൈരും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം നമ്മൾ ഈ ഐറ്റം കഴിച്ചിട്ടേ ഇല്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ഇറച്ചിച്ചോറ് ഈ സാലഡും തൈരൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.